ശ്രീ എ കെ അനുരാജ് അങ്ങേക്ക് പ്രതികരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി 2024 അതിനു മുമ്പ് 2023 വർഷങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഒരുപാട് ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പദ്ധതിയുടെ പേര് മാറ്റുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ ദുരിതം കൂടുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ തന്നെ കുടിശ്ശികയുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ തുല്യമായി ഇത് പങ്കുചേരുക സംസ്ഥാനവും കേന്ദ്രവും എന്ന രൂപത്തിലല്ല, കേന്ദ്രങ്ങൾക്ക് മേൽ സംസ്ഥാനങ്ങൾക്ക് മേൽ ബാധ്യതയാണ് വരുന്നത്. അത് ശരിയാണ്. പുതിയ നിയമത്തിൽ നേരത്തെ 90% കേന്ദ്രവും 10% സംസ്ഥാനമായിരുന്നെങ്കിൽ പുതിയ സാഹചര്യത്തിൽ, പുതിയ രീതിയിൽ, പുതിയ സംവിധാനത്തിൽ അത് 60%-വും 40%-വുമായി. അതേസമയം നമ്മുടെ ഈ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 125 വർദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയും വർദ്ധിക്കും. ആ പുതിയ സാഹചര്യത്തിൽ ആ സാമ്പത്തിക ബാധ്യത താങ്ങാൻ സംസ്ഥാനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ ഉണ്ടാകുന്നതിനോ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അതൊക്കെ സ്വാഗതാർഹമാണ്, ജനാധിപത്യ സംവിധാനമാണ്. അതുപോലെ തന്നെ കുടിശ്ശിക കിട്ടാനുള്ളത്, പല കുടിശ്ശികയുടെയും നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നം ഉണ്ടാകുന്നു. യഥാവിധി രേഖകൾ സമർപ്പിക്കപ്പെടാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും ആ രീതിയിൽ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് ചിലപ്പോൾ കേരളത്തിൻ്റെ ഒറ്റപ്പെട്ട സാഹചര്യമായിരിക്കാം, എങ്കിലും അത് ആശ്വാസകരമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് സ്വീകാര്യമായൊരു സാഹചര്യമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ആ സംവിധാനത്തിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഈ നിയമത്തിൽ വന്നിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ഇത്തരം പുതിയ കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ ഇവിടെ പലപ്പോഴും ചിലർ അത് ചർച്ച ചെയ്യാനൊക്കെ മടി കാണിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചില നമ്മുടെ സീസൺ നോക്കിയിട്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള സാഹചര്യം, അതുപോലെ തന്നെ കൃഷി അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് മാറ്റിവെക്കാനുള്ള സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ചില മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം അടിസ്ഥാന സൗകര്യ മേഖല പോലത്തെ ചില മേഖലകൾ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ദേശീയ തലത്തിൽ ചില മേഖലകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയാണ് കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം ഇടപെടലും അല്ലെങ്കിൽ തീരുമാനമൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് ലെവലിൽ ഈ പ്രവർത്തനം നമുക്ക് എന്താ പറയുക, പ്ലാൻ ചെയ്യാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. നേരത്തെ നമുക്കറിയാം, സംസ്ഥാന സർക്കാരുകൾ ഈ രീതിയിലുള്ള എത്ര വിഹിതം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ് അപ്രോപ്രിയേഷനും കാര്യങ്ങളൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടെ കണ്ട സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഈ പുതിയ നിയമം വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. UPA സർക്കാർ ഇറങ്ങി NDA സർക്കാർ വന്നതോടുകൂടി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സ്മൃതിയെങ്കിലും നമ്മൾ ഈ ചർച്ചയിൽ കുടിശ്ശിക പല മേഖലയിലുണ്ട്. കുടിശ്ശിക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യമായിരിക്കാം, മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് മറ്റ് തടസ്സങ്ങളില്ല. അതിനുണ്ടാവേണ്ടുന്ന തടസ്സം ഇത്തരത്തിലുള്ള ഔദ്യോഗിക സംവിധാനത്തിലെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളോ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ച ചെയ്യാം. യഥാവിധി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാവിധി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവസാനത്തെ എനിക്കെതിരെ കുറെ വിമർശനങ്ങൾ ഇവിടെ ഉന്നയിച്ചു. കാരണം എന്നെ വ്യക്തിപരമായിട്ടൊക്കെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ഇല്ലല്ല, രണ്ടുപേരുണ്ടായി. രണ്ടുപേരും എനിക്ക് ക്ലാസ് എടുക്കുക, എല്ലാവരും എനിക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യമൊന്നും അതിനകത്തില്ല. ഞാൻ അതിനോട് ആ ലെവലിൽ മറുപടി പറയുന്നില്ല. ഇപ്പം ദീനദയാൽ ഉപാധ്യായയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഏത് രീതിയിലാണ് പാർശ്വവൽക്കരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടായി. മഹാത്മാഗാന്ധിയെ ഈ പാർശ്വവൽക്കരിക്കുന്നതൊക്കെ ആരോപിക്കുന്നവർ ഈ ബില്ലിന് പേരിടാൻ 4 വർഷം എടുത്തില്ലേ? 4 വർഷം എടുത്തില്ലേ അവർ ബില്ലിന് പേരിടാൻ? മഹാത്മാഗാന്ധിയെ സംരക്ഷിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ ബോംബാക്രമണ ശ്രമം ഉണ്ടായിരുന്നു. അതിനൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവരാണ് ഇവരൊക്കെ. അതുപോലെ ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് മുദ്രാവാക്യം വാർദ്ധയിലെ കള്ളദൈവങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഗാന്ധിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഗാന്ധിസത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് ഗാന്ധിസം ഇതിൽ ഇവിടെ സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായജിയാണ് അന്ത്യോദയ സ്കീം പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. ഇന്റഗ്രൽ ഹ്യൂമനിസം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത്തരം പദ്ധതികൾ ഭാരതീയമാണ്. ആ പദ്ധതിയുടെ
ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിലേക്കുള്ള ഒരു ചുവടാണ് ഈ പദ്ധതിക്ക് ഭാരതീയമായ പദ്ധതിയിൽ രാഷ്ട്രപിതാവിന്റെ പേര് എന്ന പേരിട്ടുകൊണ്ട് ഭാരമാണ് ശ്രീ സന്തോഷ് കുമാർ. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഇത് വളരെ നല്ല രീതിയിൽ നേരത്തെ കൂലി 100% കേന്ദ്രമായിരുന്നു സംവിധാനം. എക്യുപ്മെന്റ്സ് കോസ്റ്റിന്റെ 20% മാത്രം സംസ്ഥാനത്തിനുണ്ടായിരുന്നത്. ഇതൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കാതെയുള്ള വ്യക്തിപരമായ ഒരു പരാമർശം നടത്തിയിട്ടില്ല. ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു കൊടുക്കാതെ പ്രകോപിതാന്റെ കാര്യമില്ല. അത്ര മോശം സാധനം എനിക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ചർച്ചയ്ക്ക് കിട്ടിയ നമുക്ക് സൃഷ്ടിപരമായി മുന്നോട്ട് പോകാൻ സൃഷ്ടിപരമായിട്ടൊക്കെ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ദിനു പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.